എല്ലാ മെട്രോ ന്യൂസ് ചാനൽ പ്രേക്ഷകർക്കും ജനമനസ്സിനൊപ്പം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പൊതുപ്രവർത്തന രംഗത്ത് ഒട്ടേറെ സജീവമായി പ്രവർത്തിക്കുന്നതും അതുപോലെ തന്നെ അറിയപ്പെടുന്ന സോഷ്യലിസ്റ്റ് നേതാവുമായ റിസാഖ് മാലേത്താണ് നമ്മളോടൊപ്പം ജനമനസ്സിനൊപ്പം എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. പെരുമ്പാവൂർ നഗരസഭയിലെ 3-ാം വാർഡിൽ പള്ളിപ്പടിയിൽ RJD സ്ഥാനാർത്ഥിയായിട്ടാണ് റിസാഖ് സാറ് മത്സരിക്കുന്നത്. സാർ, നമ്മുടെ ജനമനസ്സിനൊപ്പം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇപ്പൊ പൊതുപ്രവർത്തന രംഗത്തൊക്കെ ഒട്ടേറെ നാള് സജീവമായിട്ടുണ്ടായിരുന്നല്ലോ സാറ്. ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്ക്, ഈ ഒരു മത്സര രംഗത്തേക്ക് കടന്നു വരാനുള്ള ഒരു സാഹചര്യം എന്താണ്? എൻ്റെ പാർട്ടി LDFിൻ്റെ ഒരു ഘടകകക്ഷിയാണ്. LDFിനോടൊപ്പം എക്കാലവും LDFിനോടൊപ്പം പ്രവർത്തിച്ചിരുന്ന ലാലു പ്രസാദ് യാദവിൻ്റെ RJD രാഷ്ട്രീയ ജനതാദൾ എന്ന പാർട്ടിയാണ്. നിയമപ്രകാരം ഞങ്ങൾക്ക് ഒരു സീറ്റ് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയിൽ ഇടതുപക്ഷം തരേണ്ടതായിരുന്നു. പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾക്ക് RJDക്ക് സീറ്റ് തരാതെ ഒരു സ്വതന്ത്രനെ പിടിച്ച് നിർത്തി. അതുകൊണ്ട് പള്ളിപ്പടി ഭാഗത്തെ പള്ളിപ്പടിയിൽ കൂടി റെയിൽവേ കടന്നു പോകുന്നു, അത് നീക്കം ചെയ്യണം. പള്ളിയുടെ മുമ്പിലുള്ളൊരു റെയിൽവേ പാലം വരും, അതില്ലാതെയാക്കണം. ഇതൊക്കെയാണ് എൻ്റെ അജണ്ട. പാവപ്പെട്ട ജനങ്ങൾക്ക് തയ്യൽ സംരംഭം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒതുക്കി കൊടുക്കുക. ഇതൊക്കെയാണ് എൻ്റെ അജണ്ട. ഇത് നടപ്പാക്കാൻ കഴിവില്ലാത്തൊരു വ്യക്തിയെ പിടിച്ച് LDF സ്വതന്ത്രനായിട്ട് നിർത്തിയതിൻ്റെ പേരിൽ മാത്രം LDFിനോട് എനിക്ക് ധാർമ്മികമായൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വ ചുമതല നിറവേറ്റാൻ വേണ്ടി ഞാൻ RJD സ്ഥാനാർത്ഥിയായിട്ടവിടെ മത്സരിക്കുകയാണ്. ഇടതുപക്ഷ പ്രവർത്തകരും എന്നെ BJPക്കാരനായിട്ട് മുദ്ര കുത്തി ഞാൻ BJPയുടെ ആളാണ്, NDAയുടെ ആളാണ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇടുകയും ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനൊരു മോചനം തന്നെ പള്ളിയെയും സംരക്ഷിക്കണം. 3-ാം വാർഡ് വെള്ളക്കെട്ടുള്ളൊരു വാർഡാണ്. ആ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടി പുത്തമ്പാലം മുതൽ പൂപ്പാനിപ്പാലം വരെ തോടിൻ്റെ 2 സൈഡും കെട്ടി വെള്ളം നല്ല രീതിയിൽ ഒഴുകിപ്പോയാൽ വെള്ളക്കെട്ടിൽ നിന്ന് ആ പ്രദേശം മോചനം നേടും. പിന്നെ ഗൾഫിൽ പോകാൻ തയ്യാറുള്ള ആൾക്കാരെ അനേകം വ്യക്തികളെ ഞാൻ യൂറോപ്പിൽ കൊണ്ടുപോയിട്ടുണ്ട് പണിക്ക് വേണ്ടി. ഗൾഫിൽ പോകാൻ തയ്യാറുള്ള ആൺകുട്ടികളെ യൂറോപ്പിൽ കൊണ്ടുപോകാനും ആൺകുട്ടികളില്ലാത്ത വീടുകളിലേക്ക് തയ്യൽ മെഷീൻ സപ്ലൈ ചെയ്ത് അവിടെ റെഡിമെയ്ഡ് സാധനങ്ങൾ തയ്ച്ച് വിതരണം ചെയ്യാനും ഒരു സംരംഭം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. വെറും വികസനം മാത്രമല്ല, ദാരിദ്ര്യം ഒഴിവാക്കുകയും വേണം. ഈ 2 അജണ്ടയാണ് എനിക്കുള്ളത്. ഇതിനു വേണ്ടി 3-ാം വാർഡിലെ നല്ലവരായ മനുഷ്യർ അവരുടെ രാജാവകാശം വോട്ടായി എനിക്ക് രേഖപ്പെടുത്തുന്നത് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഞാൻ NDAയുടെ ഭാഗമല്ല, BJPയുടെ ഭാഗമല്ല. ഞാൻ RJD ആണ്. എപ്പോഴും BJPനോട് എതിര് നിൽക്കുന്ന ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിക്കാരനാണ്. സാറ് കുറഞ്ഞ സമയം കൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ, ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ കൊള്ളാമെന്നുള്ള ഒരു ആഗ്രഹം പറഞ്ഞു. ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ ഈ ഒരു മത്സര രംഗത്തേക്ക് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ പ്രദേശത്തെ ജനങ്ങളെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരണം. ഞാൻ അനേകം വ്യക്തികളെ യൂറോപ്പിൽ കൊണ്ടുപോയിട്ടുണ്ട്. വെറും ആദർശം കലത്തിൽ വേവിച്ചാൽ ചോറുണ്ടാവില്ല. അരിയിട്ടാൽ മാത്രമാണ് ചോറുണ്ടാവുള്ളൂ. അരി ഇടണമെങ്കിൽ പൈസ വേണം. ജനങ്ങൾക്ക് എല്ലാവർക്കും സമ്പാദ്യം വേണം, ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ടാക്കണം. ഇതാണ് എൻ്റെ ഏക ലക്ഷ്യം. ഇപ്പം നഗരസഭയിൽ സീറ്റ് കിട്ടാത്തതിൽ അമർഷമുണ്ടോ? സീറ്റ് തരാത്തതിൽ? നഗരസഭയിൽ RJDക്ക് സീറ്റ് കിട്ടാത്തതിൽ എനിക്കല്ല അമർഷം, അവിടുത്തെ പൊതുജനങ്ങൾക്കാണ് അമർഷം. പൊതുജനങ്ങൾ പറയുന്നതനുസരിച്ചാണ് ഞാൻ നിൽക്കുന്നത്. നിങ്ങളുടെ ഘടകകക്ഷിയായിട്ട് നിങ്ങൾക്ക് സീറ്റ് എന്തുകൊണ്ട് കിട്ടിയില്ല എന്നൊരു ചോദ്യത്തിന് മറുപടിയായിട്ട് ജനങ്ങൾ എനിക്ക് വോട്ടായി രേഖപ്പെടുത്തും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇപ്പം സാറ് വിജയിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പള്ളിപ്പടി നിവാസികൾക്ക് വേണ്ടിയിട്ട് വേറെ എന്ത് കാര്യങ്ങളൊക്കെയാണ് അവിടെ കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്? അവിടെ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയുടെ ഒരു 1.25 ഏക്കർ സ്ഥലം അവിടെ കിടക്കുന്നുണ്ട്. ആ സ്ഥലത്തൊരു നല്ല രീതിയിലുള്ളൊരു കളിക്കളം ഉണ്ടാക്കുക, ഒരു പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയുടെ ഒരു ഓപ്പൺ ജിമ്മ്. മിക്കവാറും എല്ലാ മുനിസിപ്പാലിറ്റിക്കും പഞ്ചായത്തുകൾക്കും ഓപ്പൺ ജിമ്മുണ്ട്, അതിന് ഫണ്ടുമുണ്ട്.
പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയുടെ വകയായിട്ട് അവിടെ ഒരു ഓപ്പൺ ജിമ്മും വരും, ഒരു കളിക്കളവും ഞാൻ കൊണ്ടുവരും, വരുന്ന തലമുറകൾക്ക് കളിച്ച് വളരാൻ വേണ്ടി. ഇപ്പം നഗരസഭയിൽ സീറ്റ് കിട്ടാത്തതിൽ ഒരു പ്രതിഷേധം പറഞ്ഞു. ഇപ്പം ഈ ശക്തരായിട്ടുള്ള ആളുകൾ മത്സരിക്കുമ്പോൾ ഈ നഗരസഭയിൽ തീർത്തും സ്വതന്ത്രനായിട്ട് RJDയിൽ മത്സരിച്ച് ജയിക്കാമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടോ സാറിന്? ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിയുടെ നേതാവ് ലാലു പ്രസാദ് യാദവ് ധീരനായൊരു വ്യക്തിയാണ്. അദ്വാനിയെ അറസ്റ്റ് ചെയ്ത് ധീരത കാണിച്ചിട്ടുള്ളതാണ്. ആ ധീരതയും കർമ്മബോധവും എനിക്കുണ്ട്. ഞാൻ എൻ്റെ ധീരതയും കഴിവും 3-ാം വാർഡിന് വേണ്ടി സമർപ്പിക്കുന്നു. ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ 3-ാം വാർഡിൽ ഈ കഴിവും ധീരതയും നട്ടെല്ല് നിർത്തി കൗൺസിൽ ഹാളിൽ 3-ാം വാർഡിനെ കുറിച്ച് പ്രതിനിധിയായിട്ട് ഞാൻ ഉണ്ടാവും. ഞാൻ 3-ാം വാർഡിലെ എല്ലാ ജനങ്ങൾക്കും ഉറപ്പ് തരാണ്. സുഹൃത്തുക്കളെ, എൻ്റെ ചിഹ്നം ജീപ്പാണ്. ജീപ്പ് ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിച്ചാൽ പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയിൽ 3-ാം വാർഡിന് വേണ്ടി എല്ലാ പ്രവൃത്തികളും 3-ാം വാർഡിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി, റോഡ്, കാന എന്നുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഞാൻ ധീരതയോടെ നിങ്ങളുടെ ഒപ്പം നിൽക്കും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു എന്ന് റിസാഖ് മാലോടുത്ത്. പെരുമ്പാവൂർ നഗരസഭ 3-ാം വാർഡിൽ RJD സ്ഥാനാർത്ഥിയായിട്ട് സ്വതന്ത്രനായിട്ട് മത്സരിച്ച് വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് സ്വതന്ത്രനായിട്ട് ഞാൻ നിൽക്കുന്നു, വിജയിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് സാറ് സംസാരിച്ചത്. പിന്നെ ഒട്ടേറെ പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടുവരുമെന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പും പൊതുപ്രവർത്തന രംഗത്തൊക്കെ സജീവമായിരുന്നു. ഏതായാലും ജനമനസ്സിനൊപ്പം എന്ന പ്രോഗ്രാമിലൂടെ നമ്മുടെ പ്രേക്ഷകരോടൊപ്പം അല്പനേരം വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി സ്റ്റുഡിയോയിൽ എത്തിച്ചേർന്നതിൽ വളരെയധികം സന്തോഷം. റസാഖ് സാറിന് എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.